കാമായി നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. And now lifting up the energy, bringing fire and vibrance to the whole. Ladies and gentlemen, we are joined by our king and also നമുക്കൊരു ചെറിയ സർപ്രൈസ്, ചെറിയൊരു ഹിന്റ് നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം ബ്യൂട്ടിഫുൾ ആക്ടേഴ്സും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. wholeheartedly welcoming all of you to the event. നമ്മളിപ്പോൾ കണ്ട ഒരു ഗ്രാൻഡ് എൻട്രിയുടെ പിറകിലുള്ള സീക്രറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഇത് കണ്ടാൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ മാർക്സിന്റെ ഉത്തരം എന്താണ് എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായി സാധിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇവരോട് ദയവായി കസേരയിലേക്ക് കടന്നിരിക്കുന്നതായി അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളോട് ദയവായി ഇരുവശങ്ങളിലേക്ക് നീങ്ങി നിൽക്കുവാനായി ഏറ്റവും വിനീതമായി തന്നെ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇവന്റ് ആരംഭിക്കേണ്ടതുണ്ട്. നമുക്ക് മുന്നിലേക്ക് എത്തിയ ദിവസം മലയാള സിനിമയുടെ താര രാജാവിന്റെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വേഷം, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭാവം, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്ക് കണ്ട് നമ്മളെല്ലാവരും ഒരുപാട് ത്രില്ലായി. പക്ഷെ കഥ മാറിയത് ഇതൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോഴാണ്. ആരാണ് നായകൻ, ആരാണ് വില്ലൻ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പോസ്റ്ററുകൾ നമുക്ക് കാണാം ദ വെനം ബിനീത്. ഒരാളുടെ ഉള്ളിലുള്ള പോയിസൺ അധികം നാള് സപ്രസ് ചെയ്തിരിക്കത്തില്ല, അതൊരു ദിവസം പുറത്തു വരും എന്ന് പ്രൊമോഷണൽ വീഡിയോസിലും നമ്മൾ കേട്ടു. ആൻഡ് ഓൾസോ there was the trailer. ശക്തമായ രണ്ട് കഥാപാത്രങ്ങളുടെ അവിസ്മരണീയമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുവാനായി പോകുന്നത് എന്നൊരു ധാരണയും ആ ട്രെയിലറിലൂടെ നമുക്ക് ലഭിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് രോമാഞ്ചം നൽകിക്കൊണ്ട് ഒരു സിലുവറ്റ്, ഒരു നിഴലിലൂടെയാണ് ട്രെയിലർ അവസാനിച്ചത്. So ladies and gentlemen, finally we are getting really close to unfold that mystery. നമ്മുടെ കാത്തിരിപ്പിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ ആൻസൈറ്റി, എക്സൈറ്റ്മെന്റ് ഇതിനെല്ലാം ഒരു ചെറിയ റിലാക്സേഷൻ ഇന്ന് ലഭിക്കാനായി പോവുകയാണ്. Let me take the privilege and wholeheartedly welcoming each and every one of you to the pre-release teaser launch event of the film Kalangaval. A hearty welcome everybody. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിനായി നമ്മൾ എല്ലാവരും ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു റിലീസ് തന്നെയാണ്. അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് വാക്കുകളാലേ പറയേണ്ട കാര്യമില്ല. I can just straight away point to the valuable presence of the legends from the Malayalam cinema over here. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാള സിനിമയിലെ ലെജൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറയാം, ഈ ഒരു മൊമെന്റിന്റെ, ഈ ഒരു സിനിമയുടെ റിലീസ് നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസ്, വാല്യൂ എത്രത്തോളം വലുതാണ് എന്നുള്ളത്. So like I said, ladies and gentlemen, finally നമ്മുടെ കാത്തിരിപ്പിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഡിസംബർ 5 സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്ന് ഡിസംബർ 1. ഇനി ഏകദേശം 4 ദിവസം കൂടി മാത്രം നമുക്ക് കാത്തിരുന്നാൽ മതി തിയേറ്ററിൽ നടന വിസ്മയം കണ്ട് കോരി തരിക്കുന്നതിനായി. So once again welcoming all the lovely members, the stars, the legends of Malayalam cinema who have marked the valuable presence here for the teaser launch of Kalangaval. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. മാധ്യമ സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. Hearty welcome everybody once again. Yes. അപ്പൊ ഇനി യാതൊരു ഇൻട്രൊഡക്ഷനും അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പ് നൽകാതെ സ്ട്രേറ്റ് അവേ നമ്മൾ കാത്തിരിക്കുന്ന ഇവന്റിലേക്ക് കടക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ആൻഡ് ഹൗ ആർ വി ബിഗിനിങ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രോമാഞ്ചം നൽകിയ ഒരു ട്രെയിലർ ഉണ്ട്. ട്രെയിലർ അവസാനിച്ചത് ഒരു ഷാഡോയിലാണ്. That was just a shadow and that was more than enough for us to wait for this film. അപ്പോൾ ആ ഒരു ഗൂസ്ബംസ് ഒന്നുകൂടെ ലഭിച്ചു നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. We are now going to play the trailer here on the screen. അത് എത്ര വട്ടം യൂട്യൂബിൽ നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടു എന്ന് ചോദിച്ചാൽ I think we'll be having a difficult time to answer. So this time we are going to watch the trailer here in the presence of the cast and crew of Kalangaval. So ladies and gentlemen, all നമുക്കറിയാം ഒരു
definitive commercial success predict ചെയ്യുന്ന സിനിമകളല്ല മമ്മൂട്ടി കമ്പനി ചെയ്യുന്നത്. And this is their 7th project. And the writers of the film are Sri Jithan Pijos and Sri Jishnu Srikumar. Yes. And there are a lot of other talented actors, a lot of other people who are a part of this film. അതിന്റെ കൂടുതൽ details ഇവന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ്. And now, having watched the trailer, having grabbed all the goosebumps and energy, it is time to welcome the very first person on stage to mark a meaningful beginning for our event. തീർച്ചയായിട്ടും കളങ്കാവൽ സിനിമ നമുക്ക് സമ്മാനിച്ച ഡയറക്ടർ സാറിനെ തന്നെ ആദ്യമേ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. Please join me in welcoming with a big round of applause the director of കളങ്കാവൽ, Sri Jithan Pijos. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കാരണം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തുടക്കക്കാരിലെ ഫയർ തിരിച്ചറിയുന്ന മമ്മൂക്ക മാജിക്. അപ്പൊ അത് ഒരിക്കൽ കൂടെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ്. 5-ാം തീയതി സിനിമ റിലീസിനോട് അടുക്കുകയാണ്. ആൻഡ് യെസ്, ലൈക്ക് ഐ സെഡ്, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ് അല്ലേ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us കളങ്കാവൽ. ഈ ഒരു മൊമെന്റിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എല്ലാവർക്കും കൂടെ നമ്മുടെ സിനിമ റിലീസിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂട്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു എനിക്ക് കുറെ കാലം കൊണ്ട് അതിന് സ്വപ്നം ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനോട് ഏറ്റവും നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിനും അപ്പം അത് മമ്മൂട്ടി തന്നെ നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെയുള്ള ഹൃദയം നന്ദി പറയുകയാണ്. അതേപോലെ വിനായകൻ ചേർത്ത് അദ്ദേഹത്തെയും ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തയ്യാറായി വന്നു. അദ്ദേഹം ഇത് മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷനുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവം, ഇതിന്റെ ഒരു ജോണറോ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലർ റീൽസിലും അതുപോലെ മറ്റു വീഡിയോ പോസ്റ്റേഴ്സിലും കൂടെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ സിനിമയെ പറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. കളം കാവൽ എന്ന് പറഞ്ഞ ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വേർഡ് മീനിങ്. അതിനപ്പുറത്ത് ഭദ്രകാളി ദേവി ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ അന്വേഷിച്ച് പോയ ഒരു പുരാണത്തിലെ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിച്വലാണ്. അപ്പൊ അത് ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി ഒരു സ്പിരിച്വലി ഒരു സംഭവം നമ്മുടെ ഉറവായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ ടൈറ്റിൽ ചൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ എല്ലാവരും തുടർന്നും പിന്തുണകൾ നൽകുകയും സിനിമ പോയി കണ്ട് പറ്റുന്ന പോലെ പിന്തുണകൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Absolutely, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി എന്താണ് കളങ്കാവൽ, എന്താണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ വാട്ട് ആർ വി ഗോയിങ് ടു എക്സ്പീരിയൻസ് ഓഫ് തിയേറ്റർ, ആ ഒരു ചോദ്യം ഉള്ളിൽ കയറിയിട്ട് കുറേ അധികം നാളുകളായി. ഫൈനലി December 5th നമ്മളത് കാണാനായിട്ട് പോവാണ്. കളങ്കാവൽ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജിഷ്ണു ശ്രീകുമാറാണ് ഒരു ടൈറ്റിൽ നമുക്ക് തന്നത്. സോ നൗ വേദിയിലേക്ക് ഓൾറെഡി ജിതിൻ ചേട്ടൻ പറഞ്ഞു ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണെന്ന്. അതുപോലെ തന്നെ സ്വപ്ന ഫൈനലി അതിന്റെ റിലീസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ് ആണ്, ഹാപ്പിനെസ് ആണ്. പക്ഷെ എന്താണ് ഇപ്പോ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ആർ യു ഫീലിംഗ്? ശരിക്കും മമ്മൂക്കയുടെ മലയാള സിനിമയിലെ അധികാരമായ ആൾക്കാരുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ടെൻഷനാണ്. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാധിച്ചു. അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തു. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ വിനായകൻ ചേട്ടൻ അതിലൊരു നല്ല റോള് തന്നെ ചെയ്യുകയും ചെയ്തു. ഒപ്പം കളങ്കാവൽ എന്ന വാക്ക് കിട്ടുന്നതിനെ പറ്റി ജിതിൻ പറഞ്ഞു. അപ്പൊ ഇത് തെക്കൻ തിരുവിതാംകൂറിലെ ഒരു റിച്വലാണ്. അത് തിരുവനന്തപുരം സൈഡിലുള്ളവർക്ക് കൃത്യമായി അത് മനസ്സിലാവും. ആചാരവുമായി ബന്ധപ്പെട്ട് അത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മുടെ പടവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വാക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലും December 5 പടം റിലീസാവുകയാണ്. ഒരുപാട് നാളത്തെ ഒരു
ട്രാവൽ ഉണ്ടായിരുന്നു ഈ പടത്തില്. അതിന് എൻ്റെ കൂടെ നിന്ന എൻ്റെ ഫാമിലി, പ്രത്യേകിച്ച് എൻ്റെ വൈഫും അമ്മയും അച്ഛനും പിന്നെ സ്വപ്നം ഒരുമിച്ച് നമ്മൾ കണ്ടതാണ് വീട്ടൊക്കെ തൊട്ട്. അപ്പോൾ അന്ന് തൊട്ട് സിനിമയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതിപ്പം സാധിച്ചിരിക്കുകയാണ്. പിന്നെ ജോഷി സാറിൻ്റെയും സി പി മലയാളി സാറിൻ്റെ സിനിമ കണ്ടാണ് നമ്മൾ വളർന്നത്. അവരുടെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒപ്പം ഈ സിനിമ സംഭവിക്കാൻ കൂടെ നിന്ന നമ്മുടെ DOP, ചീഫ് അസോസിയേറ്റ് എഡിറ്റർ മുജീബ്, അപ്പം മ്യൂസിക് ഡയറക്ടർ, അപ്പൊ ഇവരെല്ലാവരും ഞാൻ ഓർക്കുന്നു. ഒപ്പം ഒരു വണ്ടർഫുൾ ആർട്ടിസ്റ്റ്, എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എന്തായാലും ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇത് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതെല്ലാം സ്പോയിലർ ആയി പോകും. നമ്മുടെ പിന്നെ നമ്മൾ ഒരുപാട് പേരെ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് ഇത്രയും പേരെ ഒരുമിച്ച് റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പലർക്കും അഭിനയിച്ചിരുന്ന കാര്യം പറയാൻ പോലും പരിമിതികൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പം ഇത്രയും പേര് ഒരുമിച്ച് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വന്നതിനും സിനിമയുടെ ഭാഗമായതിനും നന്ദി പറയുന്നു. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയുടെ ടീസർ ലോഞ്ചും വളരെയധികം ത്രില്ലിംഗ് ആണ്. ഒരു സർപ്രൈസ് മൊമെന്റിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയയിൽ ഒരു കോൺടെസ്റ്റും റൺ ആവുന്നുണ്ട്. ഗെസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഹീറോയിൻസ് ഓഫ് ദ ഫിലിം. അപ്പൊ അതിനൊരു ഉത്തരം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എണ്ണി നോക്കിയാൽ മതിയല്ലേ എത്ര പേരുണ്ടാകും എന്നുള്ളത്. എണ്ണി നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. Okay, let's see. കോൺടെസ്റ്റ് വിൻ ചെയ്യുന്നത് ആരായിരിക്കും നമുക്ക് കാത്തിരിക്കാം. സോ താങ്ക് യു സോ മച്ച്. As I was saying, ഇനി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് സ്പോയിലർ ആകും. സിനിമയ്ക്കുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയുന്നത്. എന്താണ് കളങ്കാവൽ, എങ്ങനെയാണ് നമ്മൾ ഞെട്ടിത്തരിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ആ ഒരു ത്രിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് there is no other way but to stop asking you the questions. All the very best. ജിതിൻ സാറിനോട് പറഞ്ഞതുപോലെ താങ്ക് യു ആണ് പറയാനുള്ളത്. ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ നമ്മളെ നമുക്കെന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഐ ഡോണ്ട് നോ ഹൂ ഇസ് ദ വില്ലൻ ആൻഡ് ഹൂ ഇസ് ദ ഹീറോ, ബട്ട് സ്റ്റിൽ നമ്മുടെ അസംഷൻസ് വെച്ചിട്ട് അത്രത്തോളം ആന്റിസിപ്പേഷൻ ആണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഓൺ ബിഹാഫ് ഓഫ് എവറി മലയാളി ഓഡിയൻസ്, താങ്ക് യു സോ മച്ച്. Once again, let's have a big round of applause, ladies and gentlemen, to celebrate BS. Like I said, സിനിമയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പോകെ അറിയുന്നതാണ്. പക്ഷേ ഒരു ത്രില്ലർ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ we are taking a slight pause and we are bringing a bit of magic of music. And പാട്ട് എന്ന് പറയുമ്പോൾ when I look at the audience, മലയാളികൾ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന സിംഗേഴ്സ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഫസ്റ്റ്ലി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് the very talented singer ശ്രീരാഗ്. Where are you? Yes, he is there. ശ്രീരാഗ് കളങ്കാവൽ സിനിമയിൽ 3 പാട്ടുകളോളം പാടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്പോട്ടിഫൈയിൽ കേട്ട് റിപ്പീറ്റഡ്ലി ലൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഐ തിങ്ക് ശ്രീരാഗ് ഇപ്പോൾ ആ പാട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും പാടിത്തരാനായിട്ട് പോകുന്നതല്ലേ. ഓൾറെഡി ശ്രീരാഗിന്റെ വോയിസിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. അഭിനീതി അങ്ങ് ഡബിൾ ട്രിപ്പിൾ 10 ടൈംസ് ഒക്കെ വർദ്ധിക്കാനായിട്ട് പോവാണല്ലേ. ആയിരിക്കും. അതെ. ഹൗ ആർ യു ഫീലിംഗ്? ഒരുപാട് സന്തോഷം. ആദ്യം ഭയങ്കര എന്താ പറയില്ല, ഭയങ്കര പേടി. നമുക്ക് കുറെ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെ മുജിബൊക്കെ വിളിച്ചു, വിനായക് ചേട്ടനാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു, പാടി. പിന്നെ ഇവരും വരാതിൽ നമുക്കറിയാലോ. അപ്പൊ പെട്ടെന്ന് വന്നു. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം, ഇതിന് കാരണമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. നമുക്ക് മമ്മൂട്ടി കമ്പനി, മുജിബ്, വിനായക് ചേട്ടൻ, എല്ലാവർക്കും, ഡയറക്ടർ ജിതിൻ ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതുവരെയുള്ള ജേർണി പറഞ്ഞത്. പക്ഷെ അതിന്റെ പിറകിലുള്ള ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? ആളുടെ സ്റ്റൈൽ ഇതാണ്, നമുക്കറിയാം. എനിക്ക് തോന്നുന്നു നീ മലരുകൾ പാട്ടാണ് നമ്മൾ എല്ലാവരും ഈ ഒരു മൊമെന്റിൽ കേൾക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശ്രീരാഗിനും അത് തന്നെയാണോ ആഗ്രഹം? അത് തന്നെ പാടണം എന്നാണ് ആഗ്രഹം. So maybe ഇതിനാണിവിടെ അധികം നിർത്ത് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. He's just entertaining you, all of us. Ready? Yeah. So everyone, നല്ലൊരു കാര്യം to ശ്രീരാഗ് and we are going to listen to his song. ഡയറക്ടറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ത്രില്ലർ സ്വഭാവമുള്ള സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഇമോഷൻസ് സ്ട്രെയിറ്റ് ടു ദ ഹാർട്ട് എത്തുന്നത് പാട്ടിലൂടെ തന്നെയായിരിക്കും. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണെന്ന് പറയുമ്പോൾ we can imagine the impact of music that can do to the film. ഓൾറെഡി റിലീസ് ആയ പാട്ടുകളിൽ നിന്നെല്ലാം
നമ്മൾ 100% ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇറ്റ് ഈസ് ടൈം ടു അപ്രീഷിയേറ്റ് ആൻഡ് വെൽക്കം ദ മ്യൂസിക് ഡയറക്ടർ ശ്രീ മുജീബ് മജീദ് ഓൺ ദ ഫ്ലോർ with a big round of applause. ഈ പറയട്ടെ, എക്കോ മൂവി സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യെറ്റ് അനദർ ഫിലിം, മേ ബി ഗോൾഡൻ ഫെദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. യെസ്, ഓൾറെഡി ഒരു പാട്ട് കേട്ട് അതിന്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ക്യാൻ ഇമാജിൻ യുവർ ഇമോഷൻസ് റണ്ണിങ് ഇൻ ദ മൈൻഡ്. സോ ഒരു പാട്ട് ലൈവായിട്ട് കേട്ട് ഇപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരു ഡ്രീം കം ട്രൂ എന്താ പറയാ, കരിയറിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പടം ചെയ്യാൻ പറ്റിയതിൽ ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീം. ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ടീം അവിടെ ഉണ്ട്, അവരുടെ എഫേർട്ട് കൂടെ ഈ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. ശ്രീരാഗ്, സിന്ധു ചേച്ചി, ഹരിത, വിനായക്, അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അഞ്ജിത്ത് ഫോർ ദ ഭയങ്കര ക്ഷമ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. And I have a question to you that ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മൾ എല്ലാ മൊമെന്റും ഒന്നും ഇങ്ങനെ ഈക്വലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ട്രാക്ക്? ഇഫ് യു കൻ ആൻസർ ദാറ്റ്. എന്നുള്ള ട്രാക്കാണ് എൻ്റെ ഫേവറേറ്റ്. യെസ്, ഐ തിങ്ക് നമ്മൾ ഇന്നത് കേൾക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്കുണ്ട്. അതിന് കൂടെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഗംഭീര എൻട്രി റെഡ് ബാക്ക് എന്ന സോങ് കേട്ടിട്ടാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് അറിയോ? Maybe I'll take the privilege to reveal that. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ മകളുടെ മകനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, അദ്യാൻ സയ്യിദ്. യെസ്, അത് മ്യൂസിക് ചെയ്യുന്ന ജിതിനാണ്. ലിറിക്സും മ്യൂസിക്കും ചെയ്തിരിക്കുന്ന ജിതിൻ തന്നെയാണ്. Alright, that's very interesting. Okay, അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ ത്രിൽ അടിപ്പിക്കുന്ന എലമെന്റ്സ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. യെസ്, അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെല്ലാവരും രോമാഞ്ചം to its zenith. Yes. Okay, thank you so much. So once again, ladies and gentlemen, we should give a big round of applause to congratulate the talent that I'm seeking your presence once again on stage, because our teamle ആളുകളെ തന്നെയാണ് അടുത്തതായി നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. You have already mentioned the name, so shall I announce with your permission? വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീ വിനായക് ശശികുമാർ and Harita Haribabu. Surprisingly, there is a huge ground support for them as well. Yes, you can applaud, you can whistle. നല്ല കൈ നൽകി തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Lyricists ശ്രീ വിനായക് ശശികുമാർ and Harita Haribabu. Yes, proud moment ആയിരിക്കും അല്ലേ? മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, നമ്മളെല്ലാവരും ഒരുപാട് ഒരുപാട് സ്വപ്നം കാണുന്ന ധന്യമായിട്ടുള്ള ഒരു ഓഡിയൻസിനെ തന്നെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. And we are eagerly waiting to listen to your words. എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കയുടെ സിനിമ ചെയ്യാന്നുള്ളത് സിനിമയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള വലിയൊരു ആഗ്രഹമാണ്. ഒരു ഭാഗ്യം കൊണ്ട് ഒരു 8 സിനിമകളിൽ ഇപ്പോൾ മമ്മൂക്കയുടെ ഭാഗമാകാൻ കഴിഞ്ഞു, മമ്മൂട്ടി കമ്പനിയുടെയും. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കുറച്ച് വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 4-5 തമിഴ് പാട്ടുകൾ എഴുതുക എന്നുള്ളതായിരുന്നു ഈ സിനിമയിലെ കർത്തവ്യം. അപ്പോൾ അത് ഞങ്ങൾ തരക്കേടില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് റിലീസ് ആയിരിക്കുന്ന കോണ്ടന്റിൽ ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ട്രെയിലറും പിന്നീട് പാട്ടുകളുമാണ്. പാട്ടുകളെല്ലാം റിലീസ് ആയിട്ടുണ്ട്, എല്ലാവർക്കായി വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ഹരിതയ്ക്ക് കൊടുക്കുക. ഹരിത ഇതിനകത്ത് മന്നനെ എന്ന് പറഞ്ഞ ട്രാക്ക് എഴുതിയിരിക്കുന്ന ഹരിതയാണ്. അപ്പോൾ ഹരിത, താങ്ക് യു ഓൾ. മമ്മൂക്കനെ നേരിട്ട് കാണുന്നത് സ്വന്തം വർക്കിലൂടെ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മുജീബ് എന്നെ വിളിച്ചിട്ട് പാട്ടിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ തമിഴ് പാട്ട് എഴുതുമായിരുന്നാന്ന് ചോദിച്ചു. ഞാൻ എഴുതാം. എന്തോ മുജീബിന്റെ 3ാമത്തെ വർക്കാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പം അതില് തമിഴാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. ആദ്യം കളങ്കാവൽ മൂവിയിൽ ഒരു സോങ് ഉണ്ട്, തമിഴാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. മമ്മൂക്കയുടെ കാര്യം പിന്നെ ഞാൻ അറിയുമ്പോഴാണ് ഇത് അയ്യോ ഒരു വലിയൊരു മൂവിയാണ്, ഇതിൽ എങ്ങനെ നമ്മൾ എഴുതുക അങ്ങനെ ഒന്നും എനിക്കറിയില്ല. പിന്നെ എത്ര സോങ്സിന്റെ ഒന്നും അറിയില്ല. അപ്പൊ പറഞ്ഞ ഒരു തമിഴ് സോങ് ഉണ്ട്, അത് എഴുതുമെന്ന് പറഞ്ഞു അങ്ങനെ എഴുതിയതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. വിനായകാട് ബാക്കി 4 പാട്ട് 5 പാട്ട് എഴുതിക്കുന്നത് ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ മമ്മൂക്കയുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്.
അപ്പൊ എന്തായാലും താങ്ക്സ് ടു മുജിമജി, താങ്ക് യു ജിതിൻ, മമ്മൂട്ടി കമ്പനി, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങളിലൂടെ ഇത്രയും പേര് കേൾക്കുന്നത് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാവരും 5-ാം തീയതി മൂവി ഒന്ന് കാണാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. You thanked everyone. I think we should thank you. നമുക്ക് ആ ഒരു ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിൽ ലിറിക്സും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അത് അത്രയും ഹെവൻലി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ടാലന്റ്. സോ ഓൺ ബിഹാഫ് ഓഫ് മലയാളി ഓഡിയൻസ്, താങ്കിങ് യു as well. Thanks a lot. Yes, definitely. I think എന്നാലാണ് ഈ ഒരു മൊമെന്റ് കംപ്ലീറ്റ് ആവാനല്ലേ. എൻ്റെ ടീം പ്രോഗ്രാമേഴ്സ് ഇവിടെ ഉണ്ട്. ഗിച്ചു, അലൻ, ഗൗതം, നെവിൻ. Come on everyone. So my team. And shall we have a big round of applause as this is the team for the thrilling music that we are hearing from Kalankaval. എല്ലാവരും വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നണല്ലേ? ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ വിറയ്ക്കുന്നുണ്ട്. Thank you. Yes, thanks a lot. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. And we are eagerly waiting to see your hard work in the film Kalankaval. Thanks a lot. Thank you so much. ചോദിച്ചപ്പോൾ he said a song, right? അപ്പോൾ ഇനി ആ ഒരു ഹൈപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ ആ പാട്ട് കേട്ട് നമ്മുടെ ഇവന്റ് നമുക്ക് തുടരാം. We are going to listen to the song Nilakaayam. And ഈ പാട്ട് നമുക്ക് ഇപ്പോൾ പാടി തരുന്നത് the original singer herself. It's time for me to welcome on stage Srimati Sindhu Delson. With a loud round of applause, let's welcome Ms. Sindhu Delson. ഓൾറെഡി നമുക്കൊരു ഹൈപ്പ് കിട്ടി. മ്യൂസിക് ഡയറക്ടറിന്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ട്രാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റെഡി അല്ലേ? യെസ്. ഓക്കെ, ലെറ്റ്സ് ലിസൺ ടു ദി സോങ് എവരിബഡി. Gentlemen, the time has come for all of us to make a swift transition to the much awaited teaser launch of Kalankaval. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഇവന്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം the presence of the legends from the Malayalam cinema. അവരുടെ സാന്നിധ്യത്തിലാണ് ടീസർ നമ്മൾ ലോഞ്ച് ചെയ്യുവാനായി പോകുന്നത്. Wholeheartedly welcoming ശ്രീ ജോഷി സർ on stage. മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും അധികം ബ്ലോക്ക് ബസ്റ്റേഴ്സ് സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടറാണ്. ഓഡിയൻസിന്റെ പൾസ് അറിയുന്ന ഡയറക്ടറാണ്. വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇറ്റ്സ് മൈ ആബ്സല്യൂട്ട് പ്ലഷർ ടു വെൽക്കം ശ്രീ സിബി മലയിൽ സർ to kindly join us on stage. One man who have redefines the aesthetic quality of Malayalam cinema. നല്ലൊരു കാര്യം നൽകി തന്നെ ശ്രീ സിബി മലയിൽ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And now I am going to invite yet another prominent name in our industry. നിറഞ്ഞ കാര്യം നൽകി തന്നെ ശ്രീ സിയാദ് കോക്കർ സാറിനെയും വേദിയിലേക്ക് ഈ നിമിഷം സ്വാഗതം ചെയ്യുകയാണ്. And also ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി ശ്രീ ജോയ് തോമസ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And yes, now ladies and gentlemen, we are heading on to the teaser launch of Kalankaval. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയിലെ ലെജൻഡ്സ് അവരുടെ സാന്നിധ്യത്തിലാണ് Kalankaval സിനിമയുടെ ടീസർ നമ്മൾ ലോഞ്ച് ചെയ്യുവാനായി പോകുന്നത്. റിക്വസ്റ്റിംഗ് all of you to kindly step near the buzzer. ഒരു ബസർ അമർത്തിയാണ് നമ്മൾ ടീസർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുമിച്ച് ടീസറിൽ ബസറിൽ അമർത്തി ടീസർ നമുക്കായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സർ, സിബി സർ, സിയാർ കോക്കർ, ജോയ് തോമസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, this is the moment. പേരോട് ഒരുമിച്ച് ബസറിൽ അമർത്തി ടീസർ ലോഞ്ച് ചെയ്യാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ കളങ്കാവൽ എന്ന് പറയുന്ന പേര് റിവീലായപ്പോൾ തൊട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഓരോന്നായിട്ട് റിവീൽ ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇത്രയും ഹീറോയിൻസ് ഒന്നിച്ച് കാണുക, ഇവിടെ റിവീൽഡാകുന്ന ഓരോ ട്രെയിലർ ടീസറും എല്ലാം
ഈ മമ്മൂട്ടി കമ്പനിയുടെ ഇതിനു മുമ്പത്തെ 6 പടങ്ങളുടെയും ആ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ എന്തൊരു എന്താണ് നമ്മളെ അമ്പരപ്പിക്കുന്ന സിനിമകൾ, കഥാപാത്രങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് നമ്മളെങ്കിലും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കോമ്പിനേഷൻ വിനായകൻ കൂടി വരുമ്പോൾ അത് നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതെന്താണെന്നുള്ള ക്യൂരിയോസിറ്റി വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെയിറ്റിംഗ് ടു വാച്ച് ദിസ് മൂവി. ഇത് നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമയായി മാറും എന്നൊരു വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം കളക്കാവൽ. വളരെയധികം സന്തോഷം സർ ഇവിടെ എത്തിച്ചേർന്ന് കളങ്കാവൽ സിനിമയുടെ പ്രീ റിലീസ് ടീസർ നമുക്കായി ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൂടി തന്നെ നന്ദി അറിയിക്കുക. He is also eagerly waiting to watch the film on the screen. And now, ladies and gentlemen, looking down നമ്മുടെ ഫ്രണ്ട് റോയിലേക്ക് നോക്കുമ്പോൾ മലയാള സിനിമയിൽ നമ്മൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നിരവധി പേരാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ ഓരോരുത്തരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു ശ്രീ രഞ്ജിത്ത് സർ, അദ്ദേഹത്തിനോടൊപ്പം ശ്രീ അമൽ നീരദ്, ശ്രീ അൻവർ റഷീദ്, ശ്രീ മണിയൻപിള്ള രാജു സർ, ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മൊമെന്റിൽ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാതെ 2 വാക്ക് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നല്ല കാത്തിരിക്കുന്ന ആളാണ് ശ്രീ കുഞ്ചൻ സർ. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആർക്ക് മൈക്ക് ഇപ്പോൾ കൈമാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. To whom should I hand over the mic? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ഈവനിങ്ങാണ്. ഞാൻ പറഞ്ഞില്ലേ 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് ശ്രീ മമ്മൂട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായാലും കുടുംബപരമായാലും ഞാൻ നിങ്ങളെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് കിട്ടിയ പൈസയിൽ കുറച്ച് ഞാൻ കൊടുത്തു. എല്ലാ പടങ്ങളും മമ്മൂട്ടി കമ്പനി മുമ്പിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് മുമ്പ് കണ്ടെങ്കിൽ ഞാൻ രാത്രി വിളിച്ച് അഭിപ്രായം പറയാം. അപ്പൊ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടത്, സിനിമയുടെ പേര് ഓർമ്മയില്ല, നമ്മൾ ഇത് എന്തൊന്നും മോശമായിരിക്കും പാട്ട്, ഒട്ടും ശരിയായില്ല മറുപടി. എടാ നീ ഇപ്പോഴും ആ 75-80 വയലാർ മാസ്റ്റർ പാട്ട് കിടക്കേണ്ട. ഈ പുതിയ പിള്ളേര് പുതിയ തല പുതിയ ഐറ്റം തുടങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ, അവരെ കട്ട് പടിയടാ എന്നെ വഴക്കും. അപ്പൊ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിന്റെ ആൾക്കാരെല്ലാം ആ തുടിക്കുന്ന യുവനോ അതാ യൂത്തിന്റെ. അപ്പൊ ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു, കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തന്നെ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഇറക്കി കൊണ്ട് ഇറക്കിയില്ല പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെ കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. അപ്പൊ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പട്ടറി വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് വരെ ആരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4-ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കും. അപ്പൊ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇതൊരു അതിഗംഭീര ഹിറ്റാവട്ടെ. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കും. വളരെ സന്തോഷമാണ്. വിനായകൻ അദ്ദേഹത്തിന്റെ ചോട്ടാ മുംബൈയിൽ നിൽക്കുന്ന അൻവർ റഷീദ് സംസാരിക്കണം വേണ്ടല്ലേ. അപ്പൊ അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിന്റെ പടങ്ങളിൽ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരും. താങ്ക് യു. സുഹൃത്താണ്, പാട്ടുണ്ട്, അത് പറഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ വെച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണിയൻപിള്ള രാജു പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി തീർക്കുന്ന അതിൻ്റെ ദൈവഭാഗ്യം വേണം പറയാൻ. ഒരു നല്ല പടത്തിൽ അഭിനയിക്കുക ഇടവേളയ്ക്ക് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. ഞാനും ഓർമ്മ കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയിലെ പുതിയ തലമുറ, അത് എത്ര കണ്ട് ശരിയാണ് പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെടും.
അവർ ദൃശ്യഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ ഏറെ ചിത്രങ്ങൾ. ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു, ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ. എല്ലാവർക്കും വിജയാശംസകൾ. ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ. അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന്, അതിന്റെ പേരിൽ മമ്മൂട്ടി കമ്പനിയാണ്. നമ്മൾ ഈ കണ്ട സിനിമകളിലൂടെ, ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചതാണ്. ഇതിനും ആ ഗണത്തിൽപ്പെടട്ടെ. ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് പിറവിക്ക് കാരണമായി മമ്മൂക്കയുടെ കമ്പനി ഉണ്ടാവട്ടെ. നന്ദി. All the best, team Kalangaval. Thank you. All my members. Thank you. Yes, thank you so much, sir. Excellent വേദിയിലേക്ക് ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. And also let me wholeheartedly welcome Mr. Nizam Bashir. അസീസി കഴിയുന്ന അവിടെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു ചിരി സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. And also inviting Mr. Mithun Manuel Thomas on stage. Also wholeheartedly welcoming Khalid Rahman. So please. ഓക്കെ, മൈക്ക് കിട്ടുന്നതിന് മുന്നേ സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഐ തിങ്ക് രഞ്ജിത്ത് സാർ കൂടെ സ്റ്റേജിലേക്ക് എത്തിയാൽ ഐ തിങ്ക് ദിസ് മൊമെന്റ് വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച കാര്യം എനിക്ക് മൈക്കിലൂടെ സംസാരിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവിടെയും മൈക്ക് ആദ്യം മാർക്ക് കൊടുക്കണം പ്ലീസ്. എന്താ പറഞ്ഞതെന്നാണോ പറയണ്ടേ? പെട്ട് വിളിക്കുന്നു വിചാരിച്ചല്ല. അതാ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ എല്ലാവരും ഇതിനെ കുറിച്ച്, കളങ്കാവൽ എന്ന സിനിമയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ത്രില്ലർ സിനിമയാണ്. അതിന്റെ ഓരോ പ്രൊമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും അങ്ങനെ ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് പുറത്തു പറയുന്നില്ല. അപ്പൊ അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ്. 5-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ എക്സൈറ്റഡ് ആണ്. ഒപ്പം മമ്മൂക്ക ഇതുപോലത്തെ ഒരു റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചതും, അത് മമ്മൂട്ടി കമ്പനി എന്ന പറയുന്ന കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഒപ്പം വിനായകൻ ചേട്ടൻ, അദ്ദേഹം ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് ഈ സിനിമയിൽ ചെയ്യുന്നു. അതിലും എക്സൈറ്റഡ് ആണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ കൂടി മലയാള സിനിമയ്ക്ക് വരുന്നു, ജിതിൻ, പുതിയൊരു റൈറ്റർ. ഒപ്പം മുജീബിന്റെ മ്യൂസിക്കും മറ്റൊരുപാട് നായകന്മാരും ഒരുപാട് നല്ല ക്രൂവും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് മികച്ച അഭിനേതാവാണ് അല്ലെങ്കിൽ മികച്ച ഇതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഏറ്റവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നല്ല നല്ല സിനിമകൾ അത് തിരഞ്ഞെടുത്ത് ചെയ്യാൻ ഒരു മികച്ച നിർമ്മാതാവാണെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാടൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പടം, പ്രിയപ്പെട്ട വിനായകൻ ചേട്ടൻ്റെ പടം, ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാരുടെ പടം, മമ്മൂട്ടി കമ്പനിയുടെ പടം, എല്ലാവർക്കും പ്രിയപ്പെട്ടതാവുന്നു. കളങ്കാവൽ. അപ്പോൾ 5-ാം തീയതി ഒരു ഗംഭീര വിജയമാവട്ടെ ഈ ചിത്രം എന്ന് ആശംസിക്കുന്നു. All the best. Thank you. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഓക്കെ പറയില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള
സിനിമകളും സ്ക്രിപ്റ്റും മാത്രമേ മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതിലും അങ്ങനത്തെ ടേക്ക് അവേസും കൂടുതൽ കലാകാരന്മാർക്കും ഓഡിയൻസിനും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. താങ്ക് യു മമ്മൂട്ടി കമ്പനി, ഈ കുടുംബത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇതിന്റെ ഭാഗമാക്കിയതിലും. ഇതുപോലെ ഒരുപാട് ആളുകളും ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് കുടുംബത്തിന്റെ ഭാഗമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, ആശംസകൾ. കളങ്കാവൽ ടീം. എല്ലാവർക്കും നമസ്കാരം. ഈ പടത്തില് ഒരു സീൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. യഥാർത്ഥത്തിൽ എന്താണ് കഥയെന്ന് എനിക്ക് അറിയത്തില്ല. 5-ാം തീയതി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീച്ചറും ട്രെയിലറും ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കഥ അറിയാതെ 5-ാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ എന്ന്. മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂക്ക, സാർ, മണിപ്പുര സാർ, വായിക്കുന്ന എല്ലാവരും, സിബി സാർ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓരോരുത്തരും ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് പുതിയ കഥകൾ, പുതിയ സംവിധായകർ, പരീക്ഷണങ്ങൾ, ഇവ മൂന്നും യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പേരുണ്ട്. മറ്റേതൊരു നടനും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ വേഷഭാവം പകർച്ചുകൊണ്ട്, ശബ്ദം കൊണ്ട്, ഭാഷാ ശൈലി കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാനായി സാധിക്കും. സിനിമയെ അത്രത്തോളം ഭ്രാന്തമായി സ്നേഹിക്കുന്ന, അഭിനയത്തെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്ന, സിനിമയിലുള്ളവർക്കും സിനിമയിലല്ലാത്ത ഏതൊരു വ്യക്തിക്കും പാഠപുസ്തകമായി കാണാവുന്ന നമ്മുടെ സ്വന്തം വല്യേട്ടൻ, നമ്മുടെ സ്വന്തം മൂത്തോർ. ഈ കാലത്ത്, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ തന്നെ ആ നടന് ഒരേ ഒരു പേരാണുള്ളത്, ഒരൊറ്റ പേരാണുള്ളത്. And the name is Mammootka. Ladies and gentlemen, streaming lungs out as we welcome our star, the mega star, നമ്മുടെ സ്വന്തം മമ്മൂക്കയെ ഇതിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ, ബഹുമാനത്തോടു കൂടി തന്നെ, ആരാധനയോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. The man, the phenomenon of very own Mammootka. മമ്മൂക്കയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, മമ്മൂക്കയെ ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ പ്രസന്റ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു നാളില് മമ്മൂക്കയെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും, മമ്മൂക്കയുടെ അടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു 100 ആവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെന്റ് ആണ്. ഓരോ സെപ്റ്റംബർ 7-ാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിന്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന, വിഷ് ചെയ്ത് വരുന്ന, പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. I want to hug മമ്മൂക്ക one day എന്നുള്ളത്. മറ്റൊരു ആങ്കറിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടില് ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല. അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷകൻ എന്ന രീതിയിൽ മമ്മൂക്കയുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക for being in Kerala, for being in the Malayalam cinema. കേരളത്തിൽ ജനിച്ചതില്, മലയാളി ആയതില് ഓരോ മലയാളിയുടെയും പേരില് ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് a lot മമ്മൂക്ക. സോ മമ്മൂക്കയുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം, ആ ഒരു പുതിയ മമ്മൂക്കയുടെ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മമ്മൂക്ക മൈക്കിനാണ് നോക്കുന്നതെന്ന് തോന്നുന്നു, എനിക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് മേടിച്ചില്ലെങ്കിലും ആലോചിച്ചു പോയി. താങ്ക് യു ഫോർ ദി കൈൻഡ് വേർഡ്സ്. ഇത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ്. കുറെ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങിയാണ്. ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം. ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ്. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകൻ സ്വീകരിക്കുമ്പോൾ സമാധാനമുണ്ട്. നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ സിനിമയും അങ്ങനെയാണ്. ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. പരീക്ഷണ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്.
പരീക്ഷണങ്ങളില്ലാത്ത ഒരു സിനിമ ഇറങ്ങുന്നില്ല. 10 കോടിയുടെ ആയാലും ശരി, 100 കോടിയുടെ ആയാലും ശരി, എല്ലാ പരീക്ഷണങ്ങളാണ്. അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ്. വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ. ഈ സിനിമയും അങ്ങനെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം, എൻ്റെ കഥാപാത്രമാണ് ഇതിലെ ഏറ്റവും വലിയ പരീക്ഷണം. ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ്. അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുതുക്കാരൻ എന്നെ വിശ്വാസമായില്ല. ശരിക്കും ഞാൻ തന്നെയാണോ, നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത്? അതെ, ഈ സിനിമയിലെ നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ കണ്ടില്ല, വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ നായകനാണ്, പക്ഷെ പ്രതിനായകൻ. ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസരത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ, ജോഷിയും ജൂബിലി ജോയും ഒക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം. കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാജു, സിബി, സിയാദ്, ഇങ്ങനെ എല്ലാവരും, അമൽ നീരദും അൻവർ റഷീദും രഞ്ജിത്ത് പോയ ഒക്കെ എൻ്റെ കൺവെട്ടത്ത് വന്നവരാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ല, അവരെൻ്റെ മുമ്പിൽ വന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ വല്ല കൊളംബസ് ഒന്നുമല്ല ഇവരെ കണ്ടുപിടിക്കുക. ഇവരിവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ, ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിച്ചു. ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ്. ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുഞ്ഞു റോളിൽ, പിന്നെ വേറെ ചെറിയ ചെറിയ റോളിൽ ആൾക്കാരുണ്ട്. കണ്ടാലറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ്. കുഞ്ചനുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് ഒരു സിനിമ ഉണ്ടാവില്ലായിരിക്കും എന്നല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞവർ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്ത. പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു. ഇപ്പൊ നമുക്കിപ്പോൾ ഇവിടെ വിളിക്കണം. യെസ്, അതിന് മുന്നേ നമുക്ക് മെയിൽ ആക്ടേഴ്സ് 2 പേരുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചാലും നമുക്ക് മെയിൽ ആക്ടേഴ്സ് 2 പേരാണുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു. അസീസ് ഇങ്ങോട്ട് വരേണ്ടതാണ് ശരിക്കും. നിങ്ങൾ പോരെ. ഇവിടെ ഫാനൊക്കെ സ്റ്റേജിൽ വന്നോ എന്ത് പറയണമെന്നൊരു ധാരണയിലാണ്. എനിക്ക് തോന്നുന്നു ജിബിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്തതാണ്. സിനിമ കഴിയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ കണങ്കാവലിലെ പെർഫോമൻസ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ പറയാൻ എന്തെങ്കിലും മനസ്സിൽ വന്നോ? കണ്ണൂർ സ്ക്വാഡ്
പറഞ്ഞ സിനിമയിലെ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് സാറിന് ചുറ്റും സിസിക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യണം. സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചു. ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക്. എന്തെങ്കിലും ഒരു ദിവസം സാറിനോട് എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ കൂടെ നിറഞ്ഞു നിന്നാൽ വിനായകന്റെ കൂടെ സംഭവിച്ചു. ഡൈസിയുടെ കണ്ടാരെങ്കിലും പൊളിച്ചിട്ടില്ലേ? ഇതിലൂടെ എന്ത് വേണം? പൊളിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്ന അതുപോലെ ഒരാളാണ്. ഞാനൊരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടു. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേരി എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷേ ഇതാക്കി അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയിൽ സഹകരിച്ചിട്ടുള്ളത്. അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും എല്ലാവരും അഭിനയിച്ചിട്ട് വന്നിട്ടുണ്ട്. പോയോ? മോളിലേക്ക് വിളിച്ചിരിക്കും. വലിയ നടന്മാരൊക്കെ ഇവിടെ എത്തുമ്പോൾ നീ വലിയ നടനാ, നീ ഇവിടെ പോയി വിളിച്ചിരിക്കില്ല. നീ എന്താ വേണ്ടത്? നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന്റെ ഉത്തരം ഓൾറെഡി നമുക്ക് തന്നു. ഈ ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിൽ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ മമ്മൂക്ക തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു. പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നു മമ്മൂക്ക, ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതിനായകൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്? കളർ ഡിഫറൻസ് വി നായകൻ. വി നായകൻ വെച്ചാൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ വിനായകനാണ് നായകൻ, അപ്പാണ് വി എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ പറ്റുള്ളൂ. എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി അങ്ങനെ പറ്റില്ല. അപ്പൊ അതാണ് അങ്ങനെ വിനായകനായതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്ന സംശയമാണ്. എന്തിനുണ്ടെന്ന് ചോദിക്കട്ടെ. ഓഫ് കോഴ്സ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മമ്മൂക്ക. ഇപ്പൊ നമ്മള് വി നായകൻ എന്ന് പറഞ്ഞതുപോലെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ചു. മികച്ച കഴിവ് നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, the one performer who we always get mesmerized about, Vinayagan on the floor. ഒരു മൈക്ക് കൂടെ തന്നായി. സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയാമെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവരാണ് ഇങ്ങനെ ആയത്. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകൻ ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാൻ അല്ലേ?
ഇതാ നായകൻ വന്നു. ഇനി ആരാണ് ബാക്കിയുള്ളത്? നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നായികമാർ. മമ്മുക്ക, shall we proceed to welcome? Okay, so തുടക്കത്തില് അത്രത്തോളം ത്രില്ലിംഗ് എൻട്രി നമുക്ക് തന്ന I don't know the count 21, 22, 23, 24 എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു നിമിഷം വരെയും നമ്മുടെ ഫ്രണ്ട് റോയില് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പേരറിയാൻ വിളിച്ചോണ്ടിരുന്നു. സ്റ്റേജിൽ കയറിയപ്പോൾ മുതൽ നിർത്താതെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൈ സിൻസിയർ അപ്പോളജീസ്. എല്ലാവരുടെയും പേര് അത്രത്തോളം ഫെമിലിയർ അല്ലാത്തത് കൊണ്ടായിട്ട് റിസ്ക് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇനി നമ്മളെന്തായാലും സ്ക്രീനിൽ നിങ്ങളെ കണ്ട് ഞെട്ടാനായിട്ട് പോവാണല്ലോ. അപ്പോൾ ഇപ്പോഴേ സ്റ്റേജിൽ വന്ന് നമ്മളെ ഞെട്ടിക്കാനായിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്തു. Come on everyone, with a big round of applause, let's wholeheartedly welcome actresses in Kalagaval on the screen. നമ്മുടെ ഡയറക്ടർ ജിതിൻ സർ പറഞ്ഞിരുന്നു കൗണ്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, അതുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് ടു ഗെസ് ദ നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ കളങ്കാവൽ. സോ അവരെല്ലാവരും സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ഇത്. ഞാൻ ഈ മൈക്ക് ഇവരെ കൊടുക്കാം, അവർ തന്നെ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. മൈ നെയിം ഇസ് അബി സുഹാന. നമസ്കാരം, എൻ്റെ പേര് നിസ. എൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, മുൻ മാപ്രയായിരുന്നു, കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കണ്ണൂർ സ്കോഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും എല്ലാവരെയും പോയി കൊലയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. எல்லாருக்கும் வணக்கம். மம்முட்டி சார், ரொம்ப சந்தோஷம். நான் தமிழ்நாட்டோட சார்பா வந்திருக்கேன். ஏன்னா இங்க ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸா இருக்கும் போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்தது. நான் சென்னை பொண்ணு, என்னோட பேர் திரிவேதா. நான் சென்னையில ஆர்ஜேவா இருக்கேன், படங்கள் பண்ணியிருக்கேன். ஆனா மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம். மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல இதுல ஒரு சின்ன ரோலா இருந்தாலும் நான் ரொம்ப சந்தோஷமா அவங்க கூட ஸ்கிரீன் பிரசன்ஸ்ல அவங்க கூட இருந்திருக்கேன் அப்படின்றதுல ரொம்ப சந்தோஷம். தேங்க்யூ சார். നമസ്കാരം, എൻ്റെ പേര് സ്മിത. ഞാൻ മമ്മൂക്കയുടെ കൂടെ 4ാമത്തെ മൂവിയാണ്. എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. മമ്മൂക്ക കമ്പനി, താങ്ക്സ് മമ്മൂക്ക. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ഗായത്രി അരുൺ. മമ്മൂക്കയുടെ കൂടെ 1 എന്ന മൂവിയിൽ ഒരു 5 വർഷം മുമ്പ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇന്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള എക്സ്പീരിയൻസ്? എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള ഇന്റർവ്യൂവിൽ പറയാൻ കുറച്ചുകൂടെ വിശേഷങ്ങൾ ഉണ്ടാവും. താങ്ക് യു ജിതിൻ, ജിഷ്ണു, ഞാൻ മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് അനുപമ. ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത്. ജിതി ചേട്ടൻ, ജിഷ്ണു ചേട്ടൻ, മമ്മൂക്ക, എല്ലാവരോടും ഒരുപാട് നന്ദിയാണ്. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് 2ാമത്തെ മൂവിയാണ് ചെയ്യുന്നത്. ഡൊമിനിക്കില് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഫസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കളങ്കാവിൽ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്ന് മാറി. അടുത്ത മൂവിയിൽ ചെറുതായിട്ട് ഭാര്യയായിട്ടോ വനിതയായിട്ടോ ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. താങ്ക് യു സോ മച്ച്. കളങ്കാവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എല്ലാവരും പോയി കാണാം. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിതിൻ, ജിഷ്ണു, മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമയിൽ ഫോർ ഗിവിംഗ് മി എ റോൾ. ഇറ്റ് ഈസ് വെരി വെരി എക്സൈറ്റിംഗ്. ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയുടെ കൂടെ. സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് ഈ ഫുൾ കഥ എന്നുള്ളത്. സോ വെരി എക്സൈറ്റഡ് ആൻഡ് താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു വർമ്മ. വളരെ സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ബാലതാരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മമ്മൂക്കയോടൊപ്പം അർത്ഥം എന്ന മൂവിയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഞാൻ പറയുമായിരുന്നു
വലുതാകുമ്പോൾ മമ്മൂക്കയുടെ നായികയാവണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തായാലും അത് മാനിഫെസ്റ്റായി. ഇത്രയും നായികമാരിൽ ഒരു നായികയാവാൻ സാധിച്ചു. എൻ്റെ അമ്മായിച്ചനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്, വേറൊന്നല്ല. അദ്ദേഹം ജഗന്നാഥ വർമ്മ, ആക്ടർ ജഗന്നാഥ വർമ്മ. അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും, ജോഷിയങ്ങളുടെ പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾ ചുരുക്കമാണെന്ന് തോന്നുന്നു. അപ്പോൾ പറയാറുണ്ട് മമ്മൂക്ക എന്നാണ് ആ ഒരു മനുഷ്യനെ നടനെന്നല്ല ഉപരി ഇങ്ങറ്റം ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം, നമ്മളത് കണ്ടുപിടിക്കണം. ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു. എന്തായാലും മമ്മൂക്കയുടെ ഇത് എൻ്റെ 6ാമത്തെ ഫിലിമാണ്. ഒരുപാട് സന്തോഷമാണ്. ടീം എന്നെ ഇതിന് വിളിച്ച എല്ലാവർക്കും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയൊരു വിജയമായി തീരട്ടെ. താങ്ക് യു. നമസ്കാരം, ഞാൻ വൈഷ്ണവി സായികുമാർ. എന്നെ ഇവിടെ ഒരുപാട് പേര് ഫിലിംസിന്റെ എണ്ണം പറയുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അത് മമ്മൂട്ടി സാറിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ മാളവിക. ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് മമ്മൂക്ക, ഒരു തവണ കൂടെ നിർത്തരുത്, പക്ഷെ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ജിതിൻ ആൻഡ് മമ്മൂട്ടി കമ്പനി. ഇതെന്റെ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റില്ല. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹനപ്രിയ. ഐ എം ഫ്രം ചെന്നൈ. This is my second movie in Malayalam. I've done a very small role in Manjumal Boys before. Though all of us have done a very small portion in this, I think it's very special for all of us. My heartfelt thanks to Jishnu, Jitin and Ashik. Thank you, Mammootty sir. Looking forward. அனைவருக்கும் வணக்கம். நான் சிதி ஃபாத்திமா. இது என்னோட மம்முக்கா கம்பெனியில் செகண்ட் ஃபிலிம். ஃபர்ஸ்ட் ஃபில்மும் குட்டி ரோலாக இருந்தாலும் ஐம் ஹாப்பி டு ஒர்க் வித் மம்முக்கா. அண்ட் செகண்ட் ஃபில்மும் அவங்க கூட நான் பண்ணதில் ரொம்ப சந்தோஷமாக இருக்கேன். அண்ட் தேங்க்யூ சப்போர்ட்டர்ஸ். எனக்கு இந்த ரோல் கொடுத்ததுக்கு ஜிதின் அண்ட் ஏடி ஆஷிக் எல்லாருக்குமே ரொம்ப நன்றி. வணக்கம். നമസ്കാരം, എൻ്റെ പേര് സീമ. ആദ്യമേ തന്നെ ഭയങ്കര സന്തോഷം, പിന്നെ ഒരുപാട് പേരോട് നന്ദി ഈ സിനിമയുടെ ഭാഗമാക്കിയതിന്. അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു കറുത്ത ഉണ്ണിയുണ്ട്. അപ്പൊ പണ്ട് എല്ലാവരും പറയും ഇത് സർജറി ചെയ്ത് കളയണം. ഞാൻ പറയും ഇല്ല, എനിക്കും മമ്മൂക്കയ്ക്കും മാത്രമേ ആ സാധനമുള്ളൂ. അന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ കണ്ടു, അഭിനയിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളെപ്പോലെ ഞങ്ങൾ മീറ്റിംഗ് ആണ് December 5th. കാരണം ഞങ്ങൾക്കും വലിയ പിടിയൊന്നും ഇല്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കബനി. ഞാൻ മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ സിനിമയാണ്. നിസാം ബഷീർ സാറിൻ്റെ റോഷാക്ക് എന്ന മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. 2ാമതും ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിലും അപ്പുറത്ത് വിനായകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ദിയ. സാറിൻ്റെ കൂടെ സീനാണ്. നമസ്കാരം, എൻ്റെ പേര് അമൃത. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഇത് 3ാമത്തെ പടമാണ് ഭാഗമാകുന്നത്. December 5 വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു. எல்லாருக்கும் வணக்கம். என் பேர் முல்லையரசி. நான் ராம்நாட்லேருந்து வரேன். மம்முக்கா கம்பெனி இது எனக்கு செகண்ட் ஃபிலிம். கண்ணூர் ஸ்குவாடில் வனஜாவா என்னை பார்த்துருப்பீங்க. ஸோ தேங்க்யூ ஸோ மச் இந்த வாய்ப்பு எனக்கு கொடுத்ததுக்கு. எனக்கு மலையாளம் குறைச்சி அறியும், பட் സംസാരിக்க അറിയില്ല. இதுவும் தப்பு தான் நினைக்கிறேன். அண்ட் தேங்க்யூ ஸோ மச். தேங்க்யூ சார். தேங்க்யூ ஸோ மச். എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കാത്രിൻ മരിയ. മമ്മൂക്ക സാറിൻ്റെ കൂടെയും മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഇതിൻ്റെ 2ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കണ്ണൂർ സ്ക്വാഡാണ്. കണ്ണൂർ സ്ക്വാഡിലെ ടിക്കിരി വില്ലേജിൽ നടക്കുന്ന ഫൈറ്റിനകത്ത് മമ്മൂക്കയ്ക്ക് നേരെ ഒരു വാളുമായി ചാടി വരുന്ന ഒരു ഉത്തർപ്രദേശുകാരിയായിട്ടായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നിന്ന് ഇപ്പോൾ മമ്മൂക്കയുടെ നായികമാരിൽ ഒരാളായി ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പോൾ December 5 കളങ്കാവൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ്. വലിയ വിജയം തന്നെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെയുള്ള എല്ലാവർക്കും ഐ ഗസ് മമ്മൂക്കയായിട്ട് ഒരു സിനിമ 2 സിനിമ അങ്ങനെ എന്തൊക്കെയാണ്. ഐ തിങ്ക് എനിക്ക് മാത്രം ഐ ഗസ് 1.5 ഉള്ളൂ. രേഖാ ചിത്രത്തിൽ മമ്മൂക്ക ഒരു ക്യാരക്ടർ വാസ് ഡൺ ബൈ എ. ആൻഡ് ദെൻ ഐ തിങ്ക് ഐ എം ലക്കി എനിക്ക് കലങ്കാവൽ മമ്മൂക്കയുടെ കൂടെ മാത്രം അഭിനയിക്കാൻ കിട്ടി. താങ്ക് യു സോ മച്ച് ജതിൻ ഫോർ ദിസ്.
എൻ്റെ ലൈഫിലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് അത് കാണുന്നു ദാറ്റ് ഐ ഗോട്ട് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് മമ്മൂക്ക. താങ്ക് യു മമ്മൂക്ക. നമസ്കാരം, എൻ്റെ പേര് ബിൻസി. എൻ്റെ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്, മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയത്. എല്ലാവരോടും താങ്ക് യു, മമ്മൂക്കയോടും മമ്മൂട്ടി കമ്പനിയോടും ജിഷ്ണുവിനോടും ജിതിനോടും പിന്നെ ആഷിഖിനോടും വലിയൊരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധന്യ. മമ്മൂക്കയുടെ കൂടെ സെക്കൻഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ വരുമ്പം തൊട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ഈ സ്റ്റെപ്പ്. ഈ ഒരു ഓഡിയൻസും ടീസർ കാണുന്നതും നമ്മൾ ആദ്യമേ പരസ്പരം കാണുന്നത് നമ്മൾ തമ്മിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് 5th വേണ്ടി. താങ്ക് യു. ഫാൻ ഗേൾ മൊമെന്റ് അല്ലേ, എല്ലാവരുടെയും വാക്കുള്ള സന്തോഷവും എക്സൈറ്റ്മെന്റും തന്നെയാണ് അറിയുന്നത്. സോ വാക്കുകളെ കേട്ട സ്ഥിതിക്ക് ഐ തിങ്ക് വി ക്യാൻ ഹാവ് എ ഗ്രൂപ്പ് പിക്ചർ. സോ പ്രോബബ്ലി ടു ചെറിഷ് ഫോർ എ ലൈഫ് ടൈം. മമ്മൂക്ക നമ്മുടെ ആക്ട്രസിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാനായിട്ട് നമുക്ക് നമ്മളോട് ഇൻവൈറ്റ് ചെയ്തു. മമ്മൂക്ക സെന്ററിൽ നിൽക്കണം. ഐ തിങ്ക് നമുക്ക് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാം. അതിനുശേഷം മമ്മൂക്ക ആൻഡ് ദ ഹീറോയിൻസ് ആ ഒരു എക്സ്ക്ലൂസീവ് പിക്ചറും നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ നൗ ഇൻവൈറ്റിംഗ് ഓൾ ദി കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഓഫ് കളങ്കാവൽ ടു കൈൻഡ്ലി ജോയിൻ us on stage. എല്ലാവരെയും കളങ്കാവൽ ടീം മെമ്പേഴ്സിനെ വേദിയിലേക്ക് ഗ്രൂപ്പ് ഫോട്ടോയുടെ ഭാഗമാകുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ പിക്ചറിന് ശേഷം മമ്മൂക്ക ആൻഡ് ഹീറോയിൻസ് മാത്രമുള്ള ഒരു പിക്ചറും നമ്മൾ എടുക്കുന്നതാണ്. സോ ഓൾ ദി ആക്ട്രസസ് പ്ലീസ് കൈൻഡ്ലി റിമെയിൻ ഓൺ സ്റ്റേജ്. കളങ്കാവൽ സിനിമയുടെ പ്രതി നായകനും നായകമായി ഒരുമിച്ച് സ്റ്റേജില് ഗ്രൂപ്പ് പിക്ചറിനായിട്ട് പോസ് ചെയ്യുകയാണ്. What a moment it is. Thank you very much. എല്ലാ ഹീറോയിൻസിനും കൺഗ്രാറ്റുലേഷൻസും ഓൾ ദി ബെസ്റ്റും അറിയിക്കുകയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട് ആ ഒരു റിയാലിറ്റി നിങ്ങൾ ഇപ്പോൾ ജീവിക്കുമ്പോൾ ഡിസംബർ 5-ാം തീയതി ഒരു വലിയ 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 ക്യാൻവാസിലേക്ക് ഉയരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. And may I request everyone to once again have a big round of applause to our lovely heroines. എല്ലാവർക്കും വേണ്ടി നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക്. താങ്ക് യു സോ മച്ച് everybody.
താങ്ക് യു സോ മച്ച് മമ്മൂക്ക. Thank you. Thanks a lot, Anika, for joining us. സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ്. ഒന്നും പറ്റിയിട്ടില്ല, ചുമ്മാ ആൾക്കാരെ കണ്ടോട്ടെന്ന് ചോദിച്ചിട്ടാ. അഭിജിത്ത് കോസ്റ്റ്യൂമർ. പടത്തിന്റെ കോസ്റ്റ്യൂമറാണ്. ഇന്ത്യൻ കോസ്റ്റ്യൂമർ. ടൈറ്റിൽ ഇവന്റെ ആണ്. ആശുപത്രി. അടുത്ത ആളുണ്ട്. ഡിസൈനർ. സ്റ്റില് ഇതിന് മുട്ടയടിച്ചിട്ടാണ് മനസ്സിലായത്. ഇവിടെ മെയിൻ ക്യാമറമാനെ വിളിച്ചിട്ടില്ല. അതെങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് അവിടെ ചായ പറഞ്ഞു. എന്നെയൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ദുഷ്ടനായിട്ട് നേരെ നല്ല സ്റ്റൈലായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നല്ല ടെക്നീഷ്യന്മാരായിരുന്നു എല്ലാവരും. ബോസേ ഇപ്പോഴത്തെ മെയിൻ ഡയറക്ടറാണ്. ഇപ്പോഴുള്ള അസിസ്റ്റന്റാണ് നമ്മുടെ ഡയറക്ടർ. ഇതിക്കുള്ള എന്ത് വേണം? എഡിറ്റർ ഡ്രോയിങ്. പ്രൊഡക്ഷൻ മാനേജർ മോഹൻ. മോഹൻ തിരുവനന്തപുരമാണ്. ആഷിഖ് അസിസ്റ്റന്റ് ഡയറക്ടർ. ഇവിടെ നിന്നേക്ക് ഇവരാണ് ലേഡീസ് കാസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. അതിന്റെ എത്ര ആൾക്കാരെ നമ്മളാണ്. ശരി ശരി, അടുത്ത ഉടനെ നോക്കാം. മേക്കപ്പ് ആരുണ്ട്? പോയാ താല്പര്യമില്ല. ഒരു മറ്റേ ആ റോഡ് ഒരു ചാനൽ. നന്നായിരുന്നു. ഞാൻ സന്തോഷ്. സാറിന്റെ കൂടെ 10 കൊല്ലം മുമ്പ് ഒരു സൈലൻസ് എന്ന സിനിമയിൽ അഭിനയിച്ചു. ഞാൻ പാലക്കാട് സൗത്ത് ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത് 2023 റിട്ടയർ ചെയ്തു. താങ്ക്സ് സോ മച്ച്. സുശീൽ ഒരു സുശീലില്ലാത്ത ഒരാളാണ്. പേരിൽ തന്നെ സുശീലില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല കളറില്ല പടത്തിൽ. മമ്മൂട്ടി കമ്പനിയുടെ 3 പടം ഉണ്ടായി. പ്രമേയം നമ്മുടെ പടമല്ല, ഞാൻ മനസ്സിലായിട്ടില്ല. കുഴപ്പമില്ല, ഞങ്ങൾ ഏറ്റെടുത്തു.
പറയുന്ന പോലെ ഇനിയത്തെ അടുത്ത തലമുറയായി കാണുന്നത്. പിന്നെ ട്രailer കട്ട് ചെയ്തത് ഷാമിൽ. നമ്മുടെ മെയിൻ ആക്ടേഴ്സ് കുറച്ച് പേരുണ്ട്. പേര് പറഞ്ഞത് അഖിലേയ് എന്നാണ് പേര്. മമ്മൂട്ടി കമ്പനിയുടെ പർച്ചേസിംഗ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടി സാറിന് കാണാൻ പറ്റിയതും പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. കൈ വരച്ചിട്ട് പോയി വേറെ തന്നെ ഭയങ്കര സന്തോഷം. ചെറുപ്പം മുതൽ കാണുന്നതാണ് സ്റ്റേജിലൊക്കെ കയറിയത്. പിന്നെ ജോർജ് ചേട്ടനാണ് എനിക്കിത് അവസരം ഒപ്പിച്ചെന്നൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുന്നുണ്ട് CSK എന്നാണ് കൊച്ചു ടീമിൽ. എൻ്റെ പേര് ശങ്കർ. എക്സൈറ്റഡ് ആണ് ഇതിലൊരു ഭാഗമാവാൻ പറ്റിയത്. ശേഷു സാറിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി. എൻ്റെ പേര് ചന്ദ്രപ്രസാദ്. തൃശ്ശൂരാണ് സ്വദേശം. ഞാൻ സാറിൻ്റെ പ്രാഞ്ചേട്ടൻ സിനിമ ഷൂട്ടിങ് കാണാൻ കുറെ ഇടിയൊക്കെ കിട്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അടുത്തിപ്പോൾ ആദ്യമായിട്ടാണ്. ഹായ്, എൻ്റെ പേര് ക്രിസ്ത്യൻ. ഞാൻ ജോർജേട്ടൻ്റെ പുറകെന്ന് ആഷിക്കേട്ടൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. ബോസേട്ടാ താങ്ക് യു. ജിഷ്ണു ചേട്ടാ താങ്ക് യു. എൻ്റെ പേര് ഹരിശങ്കർ. അതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. താങ്ക് യു ബോസങ്കിൾ, ജിഷ്ണുവേട്ടാ, ജിബിൻ ചേട്ടാ താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് ദേവ് ജി ദേവൻ. ജോർജ് ചേട്ടനാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചത്. നമുക്ക് ഞാൻ TR റസാക്കിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു 2 വർഷം ലാസ്റ്റത്തെ. പിന്നെ ചക്കരമ്പ് സയൻസ് സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ഡയറക്ഷൻ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ജോർജ് ചേട്ടനാണ് ഇവിടെ എത്തിച്ചത്. താങ്ക് യു. ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ജിഷ്ണു ചേട്ടനും ജിഷ്ണുചേട്ടനാണ് ചാൻസ് ഇതിലേക്ക് എന്നെയും ഇതിലേക്ക് കാസ്റ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ ഫീമെയിൽ കാസ്റ്റിംഗ് ചെയ്തു എന്ന് സാറ് പറഞ്ഞ ആഷിക്ക് കൂടെ സപ്പോർട്ട് ആയിട്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് എത്തിയത്. ഒരാളും കൂടെ കാണാനുണ്ട്. ആദ്യ സൂരജ് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യ സൂരജ് ഖത്തറിലാണ്. ഖത്തറിൽ 3 ലേഡിയെ സ്വന്തമായിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ വളരെയധികം എക്സൈറ്റ്മെന്റോടെ നിൽക്കായിരുന്നു. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സാധ്യത തേടിയതിനേക്കാളും കൂടുതൽ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിക്കുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കായിരുന്നു. താങ്ക് യു ജിൻ ചേട്ടാ. വലിയൊരു സന്തോഷം. കാരണം ഇന്ന് ഈ ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സമതൊക്കെ സ്പെഷ്യലി ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കൂട്ടി വന്നതാണ്. അപ്പൊ ഭയങ്കരമായ സന്തോഷം ഇന്ന് ഈ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ സാധിച്ചത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ഓവർസീസ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ് ഇന്ന് കൂട്ടിയിട്ടുള്ളത്. അത് വേറെ ലെവലിലേക്ക് പോട്ടെ. നമുക്ക് താങ്ക് യു. ചെറിയൊരു റോള് ചെയ്യാൻ പറ്റി. അതില് ആദ്യത്തെ സിനിമയിൽ ആദ്യം ഒരു തല കാണിച്ചപ്പോഴും മമ്മൂക്കയായിരുന്നു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓരോരുത്തരായിട്ട് മുന്നോട്ട് പോകുന്നത് സന്തോഷം. താങ്ക് യു. ജോർജിനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കാതൽ സംഘം 2 പേരുണ്ട്, 3 പേരുണ്ട്. ദേവദത്ത് ഷാജിയുണ്ട്, ഡോക്ടർ റോണിയുണ്ട്. ചുമ്മാ അന്ന് കയറി ഇറങ്ങിപ്പോ. രജിഷൻ രഞ്ജനി 2 പേര് വന്നിട്ടില്ല. അവരോട് പോയി. അവർക്ക് 2 പേർക്കും നമ്മൾ താങ്ക് യു പറയുന്നു. ഹലോ, താൻ ഭയങ്കര അങ്ങനെ ഒന്നുമില്ല, ഇവിടെ വരാൻ പറ്റിയത് വളരെ സന്തോഷം. വിളിക്കുമെന്ന് വിളിച്ചാലും എന്തെങ്കിലും ഒക്കെ അഭിനയിക്കുവാണ് ഇനി. അല്ല, ഒന്നുമല്ല, നമ്മുടെ ഒരു ഫാമിലിയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സിനിമകളൊക്കെ പറഞ്ഞാൽ ഇതിവിടെ ഉണ്ടാവേണ്ടത് പ്രേക്ഷകരുടെയും കൂടെ ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത്രയോട് പറയാം. എല്ലാ ആശംസകളും എല്ലാവർക്കും. താങ്ക് യു മമ്മൂക്ക. പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലി എന്നുള്ളൊരു സിനിമയാണ് കളങ്കാവല്. എനിക്കും കാതൽ കൂടാതെ ടർബോ എന്ന് പറയുന്ന സിനിമയിലും ഭാഗമാകാൻ സാധിച്ചു മമ്മൂട്ടി കമ്പനിയുടെ. അപ്പോൾ 2 സിനിമകൾ എന്തായാലും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഒരു എന്താ പറയുക ഒരു ഡ്രീം മൊമെന്റ് തന്നെയാണ് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാ മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സിനും ജോർജ് ചേട്ടനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
കളങ്കാവലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോങ്ക. ഞാനിൽ അഭിനയിച്ചിട്ടുണ്ട്, ഉണ്ടോന്ന് എനിക്കറിയില്ല. ചെറിയ പോർഷൻ അതിൽ ഭാഗമായിട്ടുണ്ട്. താങ്ക് യു. അതിലൊരു റോൾ കൂടെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മോങ്ക. നമ്മുടെ കമ്പനിയിൽ പടമാണ്. എനിക്ക് ഇതില് ഒരു എന്നോട് ആദ്യം പറഞ്ഞൊരു നാടകക്കാരനെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു ആദ്യം. അപ്പം ഒരാൾ കൊടുത്തു, അവരെന്നെ അഭിനയിച്ചു തോന്നുന്നു. പിന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു എന്തെങ്കിലും ഒരു പാസിംഗ് ഷോട്ട് അവസാനം കിട്ടി. താങ്ക് യു. വേദിയിലേക്ക് ക്ഷണിച്ചതിനും കളങ്കാവിലെ ഏറ്റവും വലിയൊരു വിജയമാവട്ടെ. പ്രത്യേകിച്ച് വേദിയിൽ മമ്മൂക്കയും സദസ്സിൽ അമൽ സാറൊക്കെ ഉള്ള ഇങ്ങനൊരു ഫംഗ്ഷന് നിൽക്കാൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ജിതിൻ. നമസ്കാരം. വേറൊന്നുമല്ല, മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും എക്സ്പെൻസീവായ സിനിമ കണ്ണൂർ സ്കോഡായിരുന്നു. ഇപ്പൊ കണ്ണൂർ സ്കോഡ് ഇറങ്ങുന്നതിന് കുറച്ച് മാസം എടുക്കുമ്പോൾ ഞാനും അസീസും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു വിരുന്ന് മമ്മൂക്ക തരികയാണ്. അല്ല, ഇറങ്ങുന്നത് 2 ദിവസം മുമ്പാണ്, ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കും അസീസിനും മമ്മൂക്ക ബിരിയാണി വിളമ്പി തരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പല ആൾക്കാരും പല തോതിലുള്ള, ഞാൻ കാണാത്ത പല തോതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഗ്, പല 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 സാധനങ്ങളാണ്. ഇപ്പൊ ഞാൻ അസീസൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ മമ്മൂക്ക മാത്രം കുറച്ച് കഴിക്കുന്നുള്ളൂ. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ എവിടെ ഉണ്ടാവും? നമുക്ക് എറണാകുളത്ത് ഉണ്ടാവും, മറ്റന്നാൾ പടം റിലീസ് ആകുമ്പോൾ നീ നാളെ വീട്ടിൽ എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഞാൻ ആലോചിച്ചു, മറ്റന്നാൾ പടം റിലീസായിട്ട് ഒരു മഹാഭാഗ്യമല്ലേ, നമുക്കോടൊപ്പം നൈറ്റ് സ്പെൻഡ് ചെയ്യാലോ നമുക്ക് വിളിച്ചു. മറ്റന്നാൾ പടം റിലീസായി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്ന വർഷം നിന്നെ പുറത്തോട്ടുള്ളൂ. ഞാൻ എന്താ നോക്കാം, അല്ല നിന്റെ അവിടെ ഞാൻ വെട്ടി കണ്ടിച്ചതുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ വഴി ഞാൻ നിന്നെ കൊടുക്കും. അപ്പം നമുക്ക് നമുക്കത് കായലല്ലേ, അത് കായലിൽ നിന്റെ ആവശ്യമില്ലല്ലോ. അത്രയും എക്സ്പെൻസീവ് ഉള്ള സിനിമയാണ് ഞാൻ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 28 എനിക്ക് 2ാമത്തെ ആയുസ് നൽകി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാക്കി എല്ലാ സ്റ്റാഫിനും എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്ത എല്ലാ ഗംഭീര സിനിമകൾക്കും, നമുക്ക് നേരത്തെ മയക്കം റോഷാക്ക്, കണ്ണൂർ സ്കോഡ്, ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം ഇത് കൊടുമൺ കൂറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ ഭാസ്കർ പട്ടേലൊന്നും അല്ല, അതിന്റെ മുകളിലുള്ളൊരു സാധനം, അതല്ല ചുമ്മാ ടീസർ, ഇതാണ് ട്രെയിലർ. അപ്പോ ഇത് പരിപാടി ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചാണ് ജിതിൻ, ജിഷ്ണു, സുഹൃത്തായി ഫൈസൽ, മുജീബ്, പ്രവീൺ, അതുപോലെ തന്നെ നല്ലൊരു ടെക്നിക്കൽ ടീം കൂടി മമ്മൂട്ടി കമ്പനി എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ പുറകിലുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ തന്നെ ഞാൻ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു, നമുക്ക് പൊട്ടിച്ചു. അപ്പോ ഈ പടം ഒരു ഗംഭീര വിജയം. പലർക്കും പണത്തിനോട് ആർത്തി ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് ആർത്തി ഉണ്ടാവും, പക്ഷെ അഭിനയത്തിനോട് ആർത്തിയുള്ള ഈ വ്യക്തി ഇനി മുമ്പോട്ട് തന്നെ പോകും. ഓക്കെ. ഈ 1-2 പേര് കൂടെ ഉണ്ട് ഈ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ ഗവാസ്കർ, ഓവർസീസ് പ്രൊഡ്യൂസർ ഇല്ല ഇവിടെ ഉണ്ടായിരുന്നു, ഓവർസീസ് ഇവിടെ അതൊന്നും നമുക്ക് വലിയ വിളിക്കണം. ആരെങ്കിലും വിളിക്കാണ്ട് കൈവൊക്കെ വിളിക്കാം, ഞാൻ കാണുന്നവരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. ഈ 2 വാക്ക് പറയുന്നത് കൃഷ്ണയുടെ കൃഷ്ണൻ നേരത്തെ വന്ന് പോയതാണ്. അപ്പൊ ഒന്നര പോലെ കുഴപ്പമൊന്നുമില്ല. സ്പെഷ്യലായിട്ട് കൃഷ്ണൻ അമ്മയായിട്ട് വന്നതാണ്. അതെ അന്ന റഫി ഉണ്ടോ? ലിറിക്സ് വീഡിയോ ഒക്കെ ചെയ്തോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്റ്റേജ് മുന്നിലേക്ക് വിളിക്കുന്നത്.
ഈ ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു ജതിൻ സർ, മമ്മൂക്ക, ആഷിഖ്, സുനിൽ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഭക്ഷണം കഴിച്ചു വരിക. Thank you so much, Mamika.